പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ സാധിക്കും, അതായത് ഒരു 7 days ഒക്കെ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനുള്ള ഒരു ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഓഷോയുടെ മെഡിറ്റേറ്റീവ് തെറാപ്പീസ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഓഷോ മെഡിറ്റേറ്റീവ് തെറാപ്പീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓഷോ എന്ന 20ാം സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന മെഡിറ്റേഷൻ മാസ്റ്റർ, അദ്ദേഹം ഒരുപാട് മെഡിറ്റേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് ഈ ഒരു മെഡിറ്റേറ്റീവ് തെറാപ്പീസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ഈ ഒരു മെഡിറ്റേറ്റീവ് തെറാപ്പീസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ നോർമൽ മെഡിറ്റേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മെഡിറ്റേറ്റീവ് തെറാപ്പീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ മെഡിറ്റേഷൻ എന്ന് പറയുമ്പം നമുക്കത് ഒരുപാട് ടൈം എടുക്കും, അത് പെട്ടെന്ന് നമുക്കത് എഫക്റ്റ് ആകണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. ചില ആൾക്കാർക്ക് പെട്ടെന്നാവും, ചില ആൾക്കാർക്ക് ഒരു 3 മാസം കൊണ്ടാവും, ചിലർക്ക് 1 വർഷം പിടിക്കും, അങ്ങനെ ഇറ്റ് ഡിപ്പെൻസ് ആണ്. അപ്പം എനിക്കൊരു ഓൾമോസ്റ്റ് ഞാനിങ്ങനെ ഒരു 2 years ഒക്കെ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ടല്ല, പല മെഡിറ്റേഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്താണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കൊന്നും അങ്ങനെ ഒരു എഫക്റ്റീവായിട്ട് ഇങ്ങനെ വന്നില്ലായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഈ തെറാപ്പീസ് ഒന്ന് വർക്ക് ചെയ്യാമെന്ന് വെച്ച് ഇങ്ങനെ തെറാപ്പീസ് ചെയ്തത്. അപ്പോൾ തെറാപ്പീസ് ചെയ്തപ്പോൾ എന്ന് പറയുന്ന ആദ്യത്തെ തെറാപ്പി ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതൊരു 7 days പ്രോസസ്സ് ആയിരുന്നു. അത് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് നമുക്ക് വന്നു. ഒരു മൊത്തത്തിലൊരു സെൽഫ് ട്രാൻസ്ഫർമേഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് വേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, കുറച്ച് ഡൗൺ ആണ്, അല്ലെങ്കിൽ കുറച്ച് ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ജീവിതത്തിനൊരു മാറ്റം വേണം, ഒരു അലൈവ്നെസ് വേണം. കാരണം ഞാൻ ആ ഒരു സ്റ്റേറ്റിലായിരുന്നു. അതായത് ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ ഞാൻ നോർമൽ മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ ഒരു അലൈവ്നെസ് കിട്ടുന്നില്ല, നമുക്ക് ഒരു ജോയ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഡൗൺ ആകുന്നു, ഇടയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഡൗൺ ആകുന്നു. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്ട്രെങ്ത്, ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഒക്കെ പോരാന്ന് ഇങ്ങനെ തോന്നിയൊരു സമയം, ഒരു മൊത്തത്തിലൊരു റീജുവിനേഷൻ വേണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പെട്ടെന്നൊരു മാറ്റം വേണം എന്ന് തോന്നിയ സമയത്താണ് ഞാൻ തെറാപ്പി ചെയ്തത്. സോ തെറാപ്പി കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം നമുക്ക് നോർമൽ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 1 hour ഒക്കെ പോകത്തുള്ളൂ. പക്ഷേ ഇത് തെറാപ്പി എന്ന് പറയുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ 2 hours 3 hours ഒക്കെ ചെയ്യേണ്ട ഒരു സംഭവങ്ങളാണ്. സോ കുറച്ച് എഫേർട്ട് ഇടാം, പക്ഷേ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതാണ്. അത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഷോ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 3 തെറാപ്പീസിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ തെറാപ്പി എന്ന് പറയുന്നത് ഓഷോ മിസ്റ്റിക് റോസ് എന്ന് പറയും. വൺ ഓഫ് ദ ഓഷോ തന്നെ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മെഡിറ്റേഷൻ മെത്തേഡ് അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നതാണ് ഓഷോ മിസ്റ്റിക് റോസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഓൾമോസ്റ്റ് ഒരു 20 മെഡിറ്റേഷൻസ് ആൻഡ് ഒരു 4 തെറാപ്പീസ്, മെയിനായിട്ട് 3 തെറാപ്പി ഉണ്ട്. അതുകൂടാതെ ഒരു ചെറിയൊരു ഷോർട്ട് തെറാപ്പി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 4 തെറാപ്പീസ് വരുന്നുണ്ട്. മെയിനായിട്ട് 3 തെറാപ്പിയാണുള്ളത്. സോ ഇതിലെല്ലാം ബെസ്റ്റ് എന്ന് പറയുന്നത് ഓഷോ എന്ന് പറഞ്ഞിരിക്കുന്നത് മിസ്റ്റിക് റോസ് എന്ന് പറഞ്ഞ ആ ഒരു തെറാപ്പിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മിസ്റ്റിക് റോസ് എന്ന് പറയുന്നത് ആക്ച്വലി 21 days ഒരു പ്രോസസ്സാണ്. 21 days ആണ് എൻ്റെ ഇതെന്ന് പറയുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ 21 ദിവസം ചെയ്യണം എന്ന് പറയുന്നത്. ഡെയിലി 3 ആണ്. ഡെയിലി 3 hours നമ്മൾ 21 days ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. സോ അതിനെ ഓരോ വീക്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു 3 stages ആയിട്ട് അതിനിങ്ങനെ 21 days ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ 7 days എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലാഫിങ് ചെയ്യണം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചിരിക്കണം. ജസ്റ്റ് ചുമ്മാ ഇരുന്നങ്ങ് ചിരിക്കുക എന്നതാണ് ആദ്യത്തെ 7 ദിവസം നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത്. 3 hour 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കണം. സോ ഈ ചിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇന്നർ സ്പോണ്ടേനിറ്റി, നമ്മുടെ ആ ഒരു സ്പോണ്ടേനിയസ് നേച്ചറിനെ റീഡിസ്കവർ ചെയ്യുക. അതായത് നമുക്കിപ്പം നമ്മുടെ ആ ഒരു സൊസൈറ്റി, നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് സീരിയസ്നെസ് ഒക്കെ ടീച്ച് ചെയ്യുന്നൊരു ടൈപ്പാണ്. പൊതുവെ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുക, എപ്പോഴും പൊട്ടിച്ചിരിക്കാനൊന്നും പാടില്ല. അങ്ങനെ നമ്മൾ സീരിയസ്നെസ് ഒക്കെയാണ് നമുക്ക് കൂടുതൽ വാല്യൂ ചെയ്യുക എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ. ഇപ്പോൾ നോൺ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും വലിയ വില കാണത്തില്ല, അവൻ ചുമ്മാ ഒരു സീരിയസ് ഇല്ലാത്തതാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് ഇങ്ങനെ വളരെ ഭയങ്കര ഗൗരവത്തോടൊക്കെ നടക്കുമ്പോൾ ഒരു മെച്യൂരിറ്റി ഉണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതെന്ന് പറയുന്നത് ആക്ച്വലി ഒരു സീരിയസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷനിൽ പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡിസീസ് എന്നാണ് പറയുന്നത്. ലൈഫ് ഷുഡ് ബി ഒരു നോൺ സീരിയസ് പ്ലേഫുൾ ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മൾ എപ്പോഴും ലൈഫിനെ കാണാൻ എന്നാണ് നമ്മൾ മെഡിറ്റേഷന് മെയിനായിട്ട് പറയാമെന്ന് പറയുന്നത്. സോ
ആ ഒരു ലാഫിങ്ങിലൂടെ നമ്മുടെ ആ ഒരു എന്താണ് ഒരു സ്പോണ്ടേനിയസ് നേച്ചർ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മൾ ആ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാഫ്, പലപ്പോഴും ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ടീച്ചേഴ്സിനെയൊക്കെ പേടിച്ച് എപ്പോഴും നമ്മൾ സീരിയസ് ആയിട്ട് ചിരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കും, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ചിരിയും ലാഫിങ് ഒരു റിലാക്സേഷനൊക്കെ പൊതുവേ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. സോ അപ്പം അതിനെയൊക്കെ ആ ഒരു നമ്മൾ റിപ്രസ് ചെയ്ത നമ്മുടെ സ്പോണ്ടേനിയസ് നേച്ചർ, നമ്മുടെ യഥാർത്ഥ നേച്ചറിനെ റീഡിസ്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ലാഫിങ് എന്നാണ് ഓഷോ പറയുന്നത്. സോ ലാഫിങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 7 ഡേയ്സ് നമ്മൾ ചെയ്യണം. ആദ്യത്തെ 1 വീക്ക് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് വീക്കിലേക്ക് പോകും. അപ്പോൾ സെക്കൻഡ് വീക്കിലേക്ക് എന്ന് പറയുന്ന ലാഫിങ് അവിടെ നമ്മൾ നിർത്തും. അത് സെക്കൻഡ് വീക്ക് തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് ക്രൈയിങ് ആയിരിക്കും. അതായത് സെക്കൻഡ് വീക്ക് നമ്മൾ 3 hours കണ്ടിന്യൂസ് ക്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ക്രൈങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സപ്രഷൻസിനെയൊക്കെ അതിജീവിക്കാനാണ്. അതായത് ഇപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊതുവേ നമ്മുടെ ടീയേഴ്സ് ക്രൈയിങ് ഒക്കെ ഇപ്പോൾ പല സാഹചര്യങ്ങളിൽ നമുക്ക് കരച്ചിൽ വന്നിട്ട് നമുക്ക് നാണക്കേട് വിചാരിച്ച്, അല്ലെങ്കിൽ നമ്മളെ സമൂഹം വീക്കായിട്ട് കാണും, നമ്മളെ കൊച്ചാക്കി കാണും എന്ന് വിചാരിച്ച് നമ്മൾ കരയാതെ ഇങ്ങനെ കരച്ചിൽ നമ്മൾ ഒരുപാട് നമ്മുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു സപ്രഷൻസ് നമ്മുടെ ടീയേഴ്സിനെ നമ്മുടെ എലോ ചെയ്യുക, സപ്രസ് ചെയ്ത ടീയേഴ്സ് എലോ ചെയ്യുക. അപ്പോൾ കാരണം ക്രൈയിങ് ഈസ് നാച്ചുറലാണ്. നമുക്ക് എന്തുകൊണ്ട് ടിയർ ഗ്ലാൻസ് തന്നിരിക്കുന്നു? കാരണം നമുക്ക് വിഷമം വരെയും കരയുക, അല്ലെങ്കിൽ ചിലപ്പോൾ സന്തോഷം വരുമ്പോഴും നമ്മൾ കരഞ്ഞു പോകും. അപ്പം അങ്ങനെ ആ ഒരു there are moments when we feel like crying in our life. അപ്പോൾ ആ ഒരു ക്രൈയിങ്ങിനെ ആ ഒരു എലോ ചെയ്യാൻ പറ്റാതെ കൊണ്ട് നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ക്രൈയിങ്ങിനേക്ക് നമ്മൾ റീഡിസ്കവർ ചെയ്യുക, ഉള്ളിലുള്ള സപ്രഷൻസിനെല്ലാം കളയാൻ വേണ്ടി നമ്മൾ 3 hours കണ്ടിന്യൂസ് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് സെക്കൻഡ് വീക്ക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് വീക്ക് കഴിയുമ്പോൾ നമ്മൾ തേർഡ് വീക്കിലേക്ക് എൻ്റർ ചെയ്യും. തേർഡ് വീക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് സൈലൻറ്റ് സിറ്റിംഗ് ആണ്. 3 hours കണ്ടിന്യൂസ് ഡെയിലി ഫോർ 7 days നമ്മൾ കണ്ടിന്യൂസ് സൈലൻറ്റ് സിറ്റിംഗ് ആണ് നമ്മൾ തേർഡ് വീക്കിൽ ചെയ്യുക എന്ന് പറയുന്നത്. അത് നമ്മൾ ജസ്റ്റ് സൈലൻറ്റ് വിറ്റ്നസ്സിങ് എന്ന് പറയും. അത് നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തോട്ട്സ് ഒക്കെ വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അവെയർനെസ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളൊരു വിറ്റ്നസ് എന്നാണ് നമ്മൾ മെഡിറ്റേഷൻ. വിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തോട്ട്സുമായിട്ടൊന്നും ഐഡൻറ്റിഫൈഡ് ആകുന്നില്ല, നമ്മൾ ഇമോഷൻസായിട്ട് ഐഡൻറ്റിഫൈഡ് ആകുന്നില്ല, എല്ലാത്തിനും നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഒരു വാച്ചർ എന്ന രീതിയിൽ നമ്മൾ ബി എ വാച്ചർ ഓൺ ദ ഹിൽസ് എന്നാണ് ഓഷോ പറയുക എന്ന് പറയുന്നത്. ആ ഒരു തേർഡ് സ്റ്റേജിനെ ജസ്റ്റ് വാച്ചിങ് എവറിത്തിങ് ഹാപ്പനിങ് ഇൻ ആൻഡ് അറൗണ്ട് അവർ സെൽസ്. കണ്ണടച്ചിരിക്കാം, അല്ലെങ്കിൽ കണ്ണ് തുറന്നിരിക്കാം. എനിക്കൊന്നും ഐസിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കണ്ണടച്ചിരിക്കണോ കണ്ണ് തുറന്നിരിക്കണമെന്നൊന്നും ഇൻസ്ട്രക്ഷനിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. സോ കണ്ണടച്ചിരിക്കുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. എപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ കണ്ണടച്ചിരിക്കുന്നതാണല്ലോ എപ്പോഴും ബെറ്റർ. നമ്മുടെ ഒരു കോറിൽ ഇന്നർ ഫീലിംഗ് ഒക്കെ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ണടച്ചിരിക്കുന്നതാണ് ബെറ്റർ. സോ ഇതാണ് ഈ ഒരു 3 week പ്രോസസ്സ്. 21 days ലാസ്റ്റ് ചെയ്യുന്നതാണ്. പെർ 3 hour പെർ ഡേ ആണ് നമ്മുടെ ഈ ഒരു മിസ്റ്റിക് റോസ് എന്ന് പറയുന്നത്. സോ ആ മിസ്റ്റിക് റോസ് എന്ന ഒരു വേർഡ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, ആ ഒരു ഈ പുള്ളിയെ സംബന്ധിച്ചോളം ഒരു റോസ് എന്ന് പറയുന്നത് ഒരു ഫ്ലവറിങ് ആണ്, ഒരു പ്ലാന്റിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലവറിങ് ആണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു റോസ് പ്ലാന്റിലുള്ള ഒരു ഫ്ലവറിങ് ആണ് ആ ഒരു റോസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫ്ലവറിങ്ങും കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സീഡ് ഫോം ആണെന്നാണ് പുള്ളി പറയുന്നത്. അതായത് നമ്മളെല്ലാവരും ഒരു സീഡ് ഫോമിലാണ് നോർമലി എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സീഡിന് നമ്മൾ ആവശ്യത്തിന് നമ്മൾ വളം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അങ്ങനെ നൂറിഷ്മെൻറ്റ് കൊടുക്കുന്നു, അങ്ങനെ നമ്മൾ ആ സീഡിനെ ഗ്രോ ചെയ്ത് ഒരു നമ്മൾ വളർന്ന് ലാസ്റ്റ് നമുക്ക് സംഭവിക്കുന്ന ആ ഒരു ഫ്ലവറിങ്ങിനെയാണ് നമ്മൾ ആ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. മെഡിറ്റേഷൻ ഈസ് ആക്ച്വലി ഫ്ലവറിങ് ഓഫ് അവർ ബീയിങ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു ട്രൂ പൊട്ടൻഷ്യൽ നമുക്ക് ഇനിയും ഗ്രോത്ത് സംഭവിക്കും, നമ്മളുടെ ഉള്ളിൽ ഇന്നർ ഗ്രോത്ത് സംഭവിക്കാൻ പറ്റും. അതായത് ഇന്നർ ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ നമുക്ക് ഇനിയും വളരാൻ സാധിക്കും എന്നാണ് ഓഷോ പറയുന്നത്. അതായത് നമ്മളൊരു മൈന്യൂട്ട് ഫ്രാക്ഷൻ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ളൂ. നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ നമ്മുടെ ആ ഒരു ബോധത്തെ കൂട്ടിക്കൊണ്ട് വരിക എന്ന പ്രക്രിയയാണ് നമ്മൾ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിനെ സിംബലൈസ് ചെയ്യുന്നതാണ് ഈ മിസ്റ്റിക് റോസ് എന്ന് പറയുന്നത്. ആ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് അവർ കോൺഷ്യസ്നെസ്, നമ്മുടെ ആ ഒരു ഫ്ലവറിങ് ഓഫ് കോൺഷ്യസ്നെസ്സിനെയാണ് ഒരു മിസ്റ്റിക് റോസ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ ഒരു സീഡ് ഒരു ഫ്ലവർ ആകുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ റോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അതിനെ ജസ്റ്റ് സിംബലൈസ് ചെയ്യാൻ ഒരു മെറ്റഫറായിട്ടോ അങ്ങനെ നമുക്ക് കാണാം. അദ്ദേഹം അതിനെ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മിസ്റ്റിക് റോസ് എന്ന പേര് കൊടുക്കുന്നത്. അപ്പോൾ ഈ മെഡിറ്റേഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു യഥാർത്ഥ ആ ഒരു
ഫ്ലവറിങ്ങിലേക്ക് നമുക്ക് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യലിലേക്ക് വരാൻ പറ്റും എന്നാണ് ഓഷോ പറയുന്നത്. ഇത് വളരെ എഫക്റ്റീവാണ്. ഇപ്പോൾ ഇത് അൾട്ടിമേറ്റ് സ്റ്റേറ്റിലോട്ട് നമ്മൾ എത്തിയെങ്കിൽ പോലും 21 days നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വരുന്ന മാറ്റം അത് വളരെ വലിയ ഇമ്പാക്റ്റാണ്. നമ്മുടെ ആ ഒരു അലൈവ്നെസ് കിട്ടും. നമ്മൾ ഒന്നും കൂടെ നമുക്ക് ആ ഒരു നമ്മളെന്തെങ്കിലും ഡിപ്രസ്ഡോ ഡൗൺ ഒക്കെ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നമുക്കൊന്നും കൂടെ ഒന്ന് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്, മെയിനായിട്ട് നമ്മൾ നെഗറ്റീവ് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്, നമുക്കൊരു ഊർജ്ജത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ആ ഒരു അലൈവ്നെസ്, നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ നമുക്ക് റീഗെയിൻ ചെയ്യാൻ സാധിക്കും. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നാൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത്. സോ അതാണ് ഈ മിസ്റ്റിക് റോസിനെ പറ്റി പറയാനുള്ളതെന്ന് പറയുന്നത്. പിന്നെ ഈ മിസ്റ്റിക് റോസ് എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ഓഷോ മെഡിറ്റേഷൻ സെൻറ്റർ ഒരുപാട് വേൾഡ് വൈഡ് അവൈലബിൾ ആണ്. പിന്നെ ഓഷോയുടെ ഇൻ്റർനാഷണൽ സെൻറ്റർ പൂനെയിലാണുള്ളത്, അവിടെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, കാരണം ഓഷോയുടെ സ്ഥലമാണല്ലോ അത്. അപ്പോൾ ആ ഒരു പ്രസൻസ് അവിടെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ചെയ്തിട്ട് പിന്നീടുള്ള സെഷൻസൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, ഈ ഓഷോ മിസ്റ്റിക് റോസൊക്കെ അങ്ങ് ചെയ്യുമ്പോൾ. പിന്നെ ഈ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇരിക്കുന്നത്. ഓഷോ ഇൻ്റർനാഷണൽ മെഡിറ്റേഷൻ റിസോർട്ടിൽ അത് ഇൻ്റർനാഷണൽ സെൻറ്ററിനോട് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം നല്ലപോലെ ഫിനാൻഷ്യലി നമുക്ക് നല്ലപോലെ ചിലവഴിക്കുന്ന ഒരു കോഴ്സാണിത് അവിടുത്തെ ചെയ്യാന്ന് പറഞ്ഞാൽ. ഇനി ബാക്കി സെൻറ്റേഴ്സിലൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ ആ ഒരു റേറ്റ് നോക്കുമ്പോൾ. പിന്നെ പറയുകയാണെങ്കിൽ അടുത്ത തെറാപ്പി എന്ന് പറയുന്നത് ഓഷോ നോ മൈൻഡ് എന്ന് പറയും. അതൊരു 7 days തെറാപ്പിയാണ്. 7 days ലാസ്റ്റിംഗ് 2 hours per day ആണ് ഓഷോ നോ മൈൻഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു തെറാപ്പിയുടെ ഇതെന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ MD ചെയ്യുക എന്നൊരു സംഭവമാണ്. അതായത് മൈൻഡ് ഈസ് ഫുൾ ഓഫ് ലൈക്ക് മൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മൈൻഡ് ആക്ച്വലി ബേസിക്കലി മീൻസ് തിങ്കിങ് പ്രോസസ്സ് അല്ലെങ്കിൽ തോട്ട്സിനെ, ഇതിൻ്റെയൊക്കെ ഒരു കളക്ഷനെയാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. ഒരു പ്രോസസ് ഓഫ് തിങ്കിങ്ങിനെയൊക്കെയാണ് മൈൻഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ടൈറ്റിൽ തന്നെ അങ്ങനെയാണല്ലോ, ഓഷോ നോ മൈൻഡ് എന്ന് പറയുന്നത്. അതായത് മൈൻഡിൽ നിന്ന് നമുക്ക് മൈൻഡ് ഇല്ലാത്ത അവസ്ഥ, നോ മൈൻഡ് എന്ന് പറയുമ്പോൾ മൈൻഡ് ഇല്ലാത്തൊരു സ്റ്റേറ്റ്, തോട്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്, തിങ്കിങ് പ്രോസസ് ഒന്നും ഇല്ല, തോട്ട്സ് ഒന്നും ഇല്ലാത്തൊരു ആ ഒരു സൈലൻസ് സ്റ്റേറ്റിനെയാണ് നമ്മൾ നോ മൈൻഡ് എന്ന് വിളിക്കുന്നത്. വിച്ച് ഈസ് ഓൾസോ കോൾഡ് എ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിനാണ് നമ്മൾ നോ മൈൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി. സോ ആ നോ മൈൻഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഓഷോ നോ മൈൻഡ് എന്ന് പറഞ്ഞ തെറാപ്പി എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു ഫസ്റ്റ് തന്നെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ആ ഒരു നോ മൈൻഡിലോട്ടൊന്നും നമ്മൾ എത്തില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു സൈലൻസും പീസും ട്രാൻസ്ഫർമേഷനും നമുക്ക് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 2 hours per day ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഒരു ജിബ്രിഷ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ 1 മണിക്കൂർ 2 മണിക്കൂറാണ്. ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ ജിബ്രിഷ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മുടെ മൈൻഡിനെ നമ്മൾ MD ചെയ്യുക. മൈൻഡ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മളിപ്പോൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് തോട്ട്സ്, അങ്ങനെ കണ്ടിന്യൂസ് തോട്ട്സ്, ടെൻഷൻസ്, അങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ആയിരിക്കും മൈൻഡിൽ ഫുള്ളായിട്ട് പറയുന്നത്. അപ്പോൾ ജിബ്രിഷ് എന്നൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ ജിബ്രിഷ് എന്ന പ്രോസസ്സിലൂടെ നമ്മൾ മൈൻഡിലുള്ള ആ ഒരു ഗാർബേജ് അല്ല അനാവശ്യ തോട്ട്സ് കാര്യങ്ങൾ കാരണം മൈൻഡ് ഈസ് കണ്ടിന്യൂസ്ലി അക്യുമുലേറ്റിംഗ് തോട്ട്സ്. നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരോട് മിണ്ടുമ്പോൾ, നമ്മൾ അല്ലെങ്കിൽ TV കാണുമ്പോൾ നമ്മൾ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കിടക്കുക. അപ്പോൾ ഈ തോട്ട്സിനെല്ലാം നമുക്കൊന്ന് MD ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജിബ്രിഷ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് 1 hour നമ്മൾ ചെയ്യും. അത് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ ജിബ്രിഷ് എങ്ങനെയാണെന്ന്. അത് നമ്മൾ ഡയറക്റ്റ് പറഞ്ഞാൽ അത് ശരിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറയാത്തത്. ജിബ്രിഷ് എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ജസ്റ്റ് യു ആർ സ്പീക്കിംഗ് നോൺസെൻസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നമ്മൾ കുറച്ച് ഒരു സംസാരത്തിലൂടെ തന്നെ നമ്മൾ നമ്മുടെ മൈൻഡിനെ MD ചെയ്യുക എന്നൊരു പ്രോസസ്സാണ്. അതായത് നമ്മളിപ്പം ജിബ്രിഷിൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് യു ആർ ടോക്കിംഗ് നോൺസെൻസ്. ദ വേർഡ് ജിബ്രിഷ് മീൻസ് ആക്ച്വലി നോൺസെൻസ് എന്നാണ് പറയുന്നത്. നോൺസെൻസ് ആയിട്ടുള്ള സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക, വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് മൈൻഡിനെ MD ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തമാണെന്നില്ല. അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അത് ഒന്നും കൂടെ എഫക്റ്റീവായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 1 hour പ്രോസസ്സിൽ നമ്മൾ ജിബ്രിഷ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. യു ആർ സെയിങ് നോൺസെൻസ് സൗണ്ട്സ്, നോൺസെൻസ് വേർഡ്സ്, അർത്ഥമില്ലാത്ത വാക്കുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ നമ്മൾ സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ലോജിക്കും റാഷണാലിറ്റി എല്ലാം മാറ്റി വെച്ച് നമ്മൾ ജിബ്രിഷിൽ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ അങ്ങനെ നമുക്ക് മൈൻഡിനെ MD ചെയ്യാൻ സാധിക്കുമെന്നാണ് ഓഷോ പറയുന്നത്.
അതിനുശേഷം നമ്മൾ 1 hour കണ്ടിന്യൂസ് നമ്മൾ ജിബ്രിഷ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് അവർ എന്ന് പറയുന്നത് സൈലൻറ്റ് സിറ്റിംഗ് ആണ്. ജസ്റ്റ് സൈലൻറ്റ് സിറ്റിംഗ് ആൻഡ് വിറ്റ്നസ്സിങ് അവർ വാട്ട്സ് അവർ ഹാപ്പനിങ് ഇൻ ദ മൊമെൻറ്റ്. ഒരു സൈലൻറ്റ് സിറ്റിംഗ് ആണ് സെക്കൻഡ് സ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് അവർ ജിബ്രിഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ സെക്കൻഡ് അവറിൽ കിട്ടുന്ന ആ ഒരു സൈലൻസ് ഉണ്ട് എൻ്റെ അമ്മോ, അത് ഭയങ്കരമാണ്. നമുക്ക് നോർമലി നമ്മൾ ചുമ്മാ കണ്ണടച്ചിരിക്കുമ്പോൾ കിട്ടും, പക്ഷേ ഈ ജിബ്രിഷ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെക്കൻഡ് സ്റ്റേജിലെ സൈലൻറ്റ് സിറ്റി ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യും. അത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അത് ഭയങ്കര ഒരു നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആണത്. ഡെപ്ത് നമുക്ക് അത് ഒരു സൈലൻറ്റ് സിറ്റിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെപ്ത്, ആ ഒരു പീസ് നമുക്കത് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ് ഐ എം സെയിങ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് നോ മൈൻഡ് ഒന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, അതായത് തോട്ട്ലെസ് സ്റ്റേറ്റ് എക്സ്പീരിയൻസ്, തോട്ട്സ് ഒക്കെ വരുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ നമ്മൾ നോർമലി സൈലൻറ്റ് സിറ്റിങ്ങിനേക്കാളും ഭയങ്കര എഫക്റ്റീവായിട്ടൊരു ട്രാൻസ്ഫർമേഷൻ നമുക്ക് ആ ഒരു സെക്കൻഡ് സ്റ്റേജിൽ ഫീൽ ചെയ്യും. കുറേ നേരത്തേക്ക് ഭയങ്കര ഒരു ഡെപ്താണ്. അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അതാണ് ഓഷോ നോ മൈൻഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത തെറാപ്പിയാണ് ഓഷോ ബോൺ എഗെയിൻ എന്ന് പറയുന്ന തെറാപ്പി എന്ന് പറയുന്നത് നെക്സ്റ്റ് തെറാപ്പിയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതും ഒരു 1 week പ്രോസസ്സാണ്, ലാസ്റ്റിംഗ് 2 hour per day. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ഇറ്റ്സ് അബൌട്ട് റീക്ലെയിമിങ് അവർ ലോസ്റ്റ് ചൈൽഡ്ഹുഡ്. നമ്മുടെ ചൈൽഡ്ഹുഡിനെ റീക്ലെയിം ചെയ്യുക. അതായത് നമ്മളൊരു ചൈൽഡ് ഇരുന്നപ്പോൾ നമ്മൾ ചിലപ്പം ഇപ്പം നമ്മൾ ഒരു കുട്ടിയായിരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഇന്നർ ഒരു ചൈൽഡിഷ് സ്പോണ്ടേനിറ്റിയൊക്കെ പലപ്പോഴും നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ മിക്കവാറും സപ്രസ് ചെയ്യും. അതായത് കളിക്കേണ്ട സമയത്ത് പറയും നീ അടങ്ങിയിരിക്കും എന്ന് പറയും, അല്ലെങ്കിൽ ഓടി നടക്കേണ്ട സമയത്ത് പറയും ഓടൊന്നും വേണ്ട, ചാടുമൊന്നും വേണ്ട. അങ്ങനെ നമുക്കൊരു ചൈൽഡായിട്ട് ബിഹേവ് ചെയ്യേണ്ട പല കാര്യങ്ങളും ചിലപ്പോൾ സപ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അൺനോയിങ്ലി നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. കളിക്കേണ്ട സമയത്ത് പഠിക്കാൻ പറയുക, എവിടെയെങ്കിലും പിടിച്ചിരുത്തുക. അപ്പം നമ്മൾ ആ ഒരു നാച്ചുറൽ സ്റ്റേറ്റിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ആയിരിക്കും നമ്മുടെ പാരൻസും നമ്മുടെ സൊസൈറ്റിയൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത്. സോ അങ്ങനെ അതുമൂലം നമുക്ക് ഉണ്ടാകുന്നൊരു റിപ്രഷനുണ്ട്, ഒരു സൈക്കോളജിക്കൽ റിപ്രഷൻ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് റീക്ലെയിം ചെയ്യുക, റീഡിസ്കവർ ചെയ്ത് ആ ഒരു റിപ്രഷൻസിനെല്ലാം മാറ്റി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഓഷോ ബോൺ എഗെയിൻ എന്ന ഒരു പ്രോസസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ 2 hour 2 hour പ്രോസസ്സാണ് ഡെയിലി 1 week. അപ്പോൾ ഇതിൽ ആദ്യത്തെ 1 hour എന്ന് പറയുന്നത് യു ബിഹേവ് ലൈക്ക് എ ചൈൽഡ്. ഒരു ചൈൽഡിനെ പോലെ ബിഹേവ് ചെയ്യുക. നമ്മൾ എന്തുവാ ഇപ്പം ചൈൽഡിനെ പോലെ കരയുക, അല്ലെങ്കിൽ ചിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് പാട്ട് പാടാം. ബിഹേവ് ലൈക്ക് എ ചൈൽഡ്, ഒരു ചൈൽഡിഷ്നെസ്സിന് ക്രിയേറ്റ് ചെയ്യുക, നമ്മളൊരു ചൈൽഡിനെ പോലെ ആക്ട് ചെയ്യുക എന്നതാണ് നമ്മൾ ആദ്യത്തെ 1 hour പ്രോസസ്സ് എന്ന് പറയുന്നതെന്ന് പറയുന്നത്. അതിലൂടെ നമ്മുടെ ആ ഒരു ഇന്നസെൻറ്റ് സ്റ്റേറ്റ്, ഒരു ചൈൽഡ് ലൈക്ക് ഇന്നസെൻസിനെ നമുക്ക് റീഗെയിൻ ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, ഒരു ചൈൽഡ് ലൈക്ക് വണ്ടർ ക്വാളിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു കുട്ടികൾ പല കാര്യങ്ങളും കാണുമ്പം ഒരു അത്ഭുതത്തോടെ ആയിരിക്കുമല്ലോ നോക്കുന്നത്. ഇപ്പോൾ ഒരു സൺസെറ്റ് കാണുമ്പോൾ അതിനെ ഭയങ്കര അത്ഭുതത്തോടെ ലൈവ്നെസ്സിനൂടെ, ഇപ്പോൾ ഒരു റോസാപ്പൂ കാണുക, അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റയുടെ പുറകെ പോവുക, അങ്ങനെയൊക്കെ അവർക്കൊരു വണ്ടർ ഫുൾ ഓഫ് their eyes are full of wonder എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു അലൈവ്നെസ് ഉണ്ട്, എല്ലാത്തിനും ഒരു പുതുമയോടെ കാണുക എന്ന് പറയുന്നതാണ് ഒരു ചൈൽഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ ഡെയിലി കണ്ട് എന്ത് സൺസെറ്റ് ഡെയിലി കാണുന്നതല്ലേ, ഡെയിലി നമ്മൾ പൂക്കൾ കാണുന്ന എന്ത് റോസാപ്പൂ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ സംതിങ് റെപ്പറ്റേറ്റീവ് ടു അസ്. സോ ആ ഒരു റെപ്പറ്റേറ്റീവ്നെസ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ആ ഒരു വണ്ടർനെസ്സിലൂടെ, ആ ഒരു ഫ്രഷ്നെസ്സിലൂടെ നമുക്ക് എക്സിസ്റ്റൻസിനെ കാണാൻ സാധിക്കുക. ആ ഓൾഡ് മൈൻഡിനെയൊക്കെ മാറ്റി വെച്ച് ഫ്രഷ്നെസ്സിലൂടെ കാണാൻ സാധിക്കുക എന്നതാണ് നമ്മൾ എല്ലാ മെഡിറ്റേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എവറി മൊമെന്റ് ബിക്കംസ് എ ന്യൂ ടു അസ് ത്രൂ മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. സോ ഒരു ചൈൽഡ് ലൈക്ക് വണ്ടറിനെ റീക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഓഷോ ബോൺ അഗെയിൻ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബിഹേവ് ലൈക്ക് എ ചൈൽഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ 1 hour 2 hour പ്രോസസ്സിൽ ആദ്യത്തെ 1 hour എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ബിഹേവ് ലൈക്ക് എ ചൈൽഡ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് 1 hour എന്ന് പറയുന്നത് ജസ്റ്റ് സൈലൻറ്റ് സിറ്റിംഗ് ആണ് സൈലൻറ്റ് സിറ്റിംഗ് വിത്ത് ക്ലോസ്ഡ് ഐസ് ആൻഡ് ജസ്റ്റ് വിറ്റ്നസ്സിങ് എന്നാണ് നമ്മൾ പറയാറ് പൊതുവെ. ജസ്റ്റ് സൈലൻറ്റ് സിറ്റിംഗ് എന്നാണ് ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്. സോ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക, സിറ്റ് ചെയ്യുക, അതൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ആണ്. സോ അതാണ് ബോൺ അഗെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ എല്ലാത്തിനും സൈലൻറ്റ് സിറ്റിംഗ് കോമൺ ആണ്. മിസ്റ്റിക് റോസിലാണെങ്കിലും നോ മൈൻഡിലാണെങ്കിലും ബോൺ അഗെയിനാണെങ്കിലും ലാസ്റ്റ് സ്റ്റേ എന്ന് പറയുന്നത് സൈലൻറ്റ് സിറ്റിംഗ് ആണ്. ഇപ്പോൾ മിസ്റ്റിക് റോസിൽ അവസാനത്തെ 3 വീക്കിലാണ് നമ്മൾ 3rd വീക്കിലാണ് നമ്മൾ സൈലൻറ്റ് സിറ്റിംഗ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ നോ മൈൻഡിലും ബോൺ അഗെയിനും 1 week പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേജ്, അതായത് രണ്ടാമത്തെ മണിക്കൂറിലാണ് നമ്മൾ രണ്ടിലും നോ മൈൻഡിലും ബോൺ അഗെയിലും നമ്മൾ സൈലൻറ്റ് സിറ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് 3 ഓഷോ ഡിസൈൻ ചെയ്തിരിക്കുന്ന 3 മെഡിറ്റേറ്റീവ് തെറാപ്പീസ് എന്ന് പറയുന്നത്. കാരണം വൺ ഓഫ് ദി മോസ്റ്റ് എന്താ പറയുന്നത് ഒരു ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അതായത് വളരെ സിമ്പിളാണ് ഈ പ്രോസസ്സ് എന്നൊക്കെ പറയുന്നതെന്ന് പറയുക.
ഇതുപോലത്തെ സിമ്പിൾ പ്രോസസ്സിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കും എന്ന കാര്യത്തിൽ വളരെയധികം 100% ഗ്യാരണ്ടി നമുക്ക് നൽകാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് സ്റ്റേറ്റ് ഒക്കെ നിങ്ങൾ പെട്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ് ഓഫ് ലൈഫ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നു അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ ഓഷോ മെഡിറ്റേറ്റീവ് തെറാപ്പീസ് എന്നൊക്കെ പറയുന്നത്. സോ അത് ചെയ്യുകയാണെങ്കിൽ വളരെയധികം മാറ്റം വരും, അത് തീർച്ചയാണ്. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്സ് ആണല്ലോ ഇതെന്നൊക്കെ പറയുന്നത്. 7 ഡേയ്സിൻ്റെ 21 ഡേയ്സിൻ്റെ ഒക്കെ ആണ് ഇത്. അപ്പോൾ എനിക്ക് പേഴ്സണലി പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത് ഓഷോ നോ മൈൻഡ് ആണ്. അത് 7 ഡേയ്സിൻ്റെ ആണ്. അത് ചെയ്തപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത്. ബാക്കിയുള്ളത് നല്ലതായിരുന്നു, പക്ഷേ എനിക്കൊന്നും ഞാൻ പ്രോപ്പറായിട്ട് ചെയ്ത ഒരു പക്ഷേ നോ മൈൻഡ് ആയിരിക്കാം. മിസ്റ്റിക് റോസ് എനിക്ക് അത്ര ഒരു പെർഫെക്ഷൻ തോന്നില്ല. മേ ബി ഞാൻ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. സോ നോ മൈൻഡാണ് എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയത്, എനിക്ക് പേഴ്സണലി ഒരുപാട് എഫക്റ്റീവായിട്ട് തോന്നിയത്. സോ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. സോ ട്രൈ ഡൂയിങ് ഇറ്റ്. നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ആയിരിക്കും. സോ നമ്മുടെ മെഡിറ്റേഷൻ സെൻറ്ററിൽ നമ്മൾ ഒരുപാട് പാക്കേജസ്, പ്രോഗ്രാംസ്, ക്ലാസ്സസ്, തെറാപ്പീസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാംസിൽ എന്തെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നതാണ്. സോ ഫീൽ ഫ്രീ ടു കോൺടാക്ട്. So that's in this video. Thank you for watching.